10 വർഷമായില്ലേ നിങ്ങൾ ഭരിക്കുന്ന? ശബരിമലയെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്? നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, മുട്ട കൊടുക്കാതെ ജാനുവാണോ കോഴിയെ കൊടുക്കുക എന്നുള്ളത്. 10 കൊല്ലമായി ആ അയ്യപ്പ ശബരിമലയെക്കുറിച്ചോ അവിടുത്തെ വികസനത്തെക്കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യാത്ത ഒരാൾ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് നിങ്ങൾ എന്താണ് ഈ നാട്ടിൽ പറയുന്നത്? നിങ്ങൾ എന്താണ് ഈ നാട്ടിലെ ജനങ്ങളോട് മുമ്പിൽ പറയുന്നത്? എന്നിട്ട് അത് മാത്രമല്ല, യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ആളുകൾ, അതിപ്പോ BJP-യുടെ നേതൃത്വത്തിൽ ഒരു അയ്യപ്പ സംഗമം എന്തോ പരിപാടി നടന്നു. ശബരിമലയുടെ വികസനത്തിന് LDF സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് നിങ്ങൾ ആക്ഷേപിക്കുമ്പോൾ, ശബരിമലയ്ക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ആ മാസ്റ്റർ പ്ലാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് അനുമതിയോടെ നടപ്പാക്കാൻ കഴിയും. കഴിഞ്ഞ ജനുവരിയിൽ 700 കോടിയുടെ 1ാം ഘട്ട പദ്ധതിക്ക് മന്ത്രിസഭ അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വൈകുന്നതിന്, ആ മാസ്റ്റർ പ്ലാൻ വൈകുന്നതിന് പല കാരണങ്ങളുണ്ട്. പക്ഷേ അവിടെ വികസനത്തിനായി LDF സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. ഒരു കാര്യം ശ്രദ്ധിക്കൂ, ഈ കഴിഞ്ഞ വർഷമാണ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ശബരിമല വിമാനത്താവളത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം ഇറങ്ങിയത്. അത് ഏത് ഭൂമിയാണ് ഏറ്റെടുക്കുന്നത് എന്ന് പോലും പ്രതിപക്ഷം അന്വേഷിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അവിടെ ഒരു വികസനത്തിനും സർക്കാർ മുൻകൈ എടുക്കുന്നില്ല എന്ന് പറയുന്നത്? ഞാൻ ചോദിക്കുന്നു, 10 വർഷക്കാലം ഇപ്പോൾ ഈ പറയുന്ന മാസ്റ്റർ പ്ലാനും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ പറയുന്നുണ്ട് പോലും ഈ സർക്കാരിന്റെ ഒരു കാലാവധി പൂർത്തിയാകാൻ പോവല്ലേ? ആ ഘട്ടത്തിലാണല്ലോ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. ഈ ആഗോള അയ്യപ്പ ശബരിമല വികസനത്തിന്റെ കാര്യത്തിൽ മുന്നണികളുടെ ആത്മാർത്ഥതയാണല്ലോ ചോദ്യം ചെയ്യുന്നത്. അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നാണ്. ശബരിമല വിമാനത്താവളത്തോട് UDF-ന്റെ നിലപാടെന്താണ്? അല്ല, ശബരിമല വിമാനത്താവളത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് പാർട്ടി കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. സ്വാഭാവികമായി ആ ഒരു വിമാനത്താവളം ഒന്ന് 10 കൊല്ലമായിട്ട് ആ വിമാനത്താവളത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് നിലപാട് ഈ സർക്കാർ സ്വീകരിച്ചു? അത് പറയട്ടെ. അവിടെ വിമാനത്താവളം വേണം എന്നാണോ വേണ്ട എന്നാണോ കോൺഗ്രസിന്റെ UDF-ന്റെ നിലപാട്? അത് എവിടെയാണ് വിമാനത്താവളം വരിക എന്നുള്ളതാണ് അടിസ്ഥാനപ്പെടുത്തി. ഭൂമി ഏറ്റെടുക്കുന്ന അറിയാമോ റിജിൽ? ഏത് ഭൂമി ഏറ്റെടുക്കുന്ന അറിയാമോ? അതാണ് ചോദിച്ചത്. എവിടെയാണ് ഇതിന്റെ കാര്യങ്ങൾ നടക്കുന്നത്? എന്താണ് ഇതിന്റെ അവരുടെ മാസ്റ്റർ പ്ലാൻ എന്താണ് എന്നതിനെ കുറിച്ച് പറയട്ടെ. അതുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് UDF-ഉം പാർട്ടിയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വിജ്ഞാപനം ഇറങ്ങി ഭൂമി ഏറ്റെടുക്കാൻ. പ്രതിപക്ഷം അറിഞ്ഞിട്ടേ ഇല്ല. വിജ്ഞാപനങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ടല്ലോ. സ്വാഭാവികമായും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട വികസനവുമായി ബന്ധപ്പെട്ടും ഞങ്ങൾ ആരും എതിരൊന്നും അല്ല. പക്ഷെ ഇപ്പോഴത്തെ ഇതിന്റെ ഒരു പ്രൊപ്പഗൻഡ എന്താണ് എന്നതിനെ കുറിച്ചിട്ടുള്ള ചോദ്യമാണ് അവിടെ. ഈ ഒരു വിഷയത്തിനകത്ത് ശബരിമലയിലേക്ക് ഇത്തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനും അത് നടത്തിക്കൊണ്ട് പ്രത്യേകിച്ച് യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാരുടെ പിന്തുണയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അഭിമാഗാമ്യം എന്ന് പറയാവുന്ന രൂപത്തിലേക്ക് പോകാനുള്ള കാരണം എന്താണ് അതിന്റെ ലക്ഷ്യം? അത് കൃത്യമായി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു നിലപാടാണെന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. വിമാനത്താവളത്തെ കുറിച്ചുള്ള UDF നിലപാടിനെ കുറിച്ച് ഞാൻ ചോദിക്കാനൊരു കാരണമുണ്ട്. ആ കാരണം, ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്കെതിരെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ അതിശക്തമായ നിയമ പോരാട്ടം നടത്തിയിരുന്നു. സുശീല ഭട്ട് എന്ന് പറയുന്ന ഒരു പ്രോസിക്യൂട്ടറാണ് ആ കേസ് നടത്തിക്കൊണ്ടിരുന്നത്. അവരെ LDF സർക്കാർ വന്നപ്പോൾ മാറ്റി. ആ മാറ്റിയതിന് ശേഷം ഉണ്ടായ കഥ, ഈ ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന മുഴുവൻ ഭൂമിയിലും കരമടയ്ക്കാൻ LDF സർക്കാർ അനുമതി നൽകി. അതിനുശേഷം ഉണ്ടായൊരു സംഭവം, ഹൈക്കോടതിയിൽ ഇവരുമായി ഈ ഭൂസ്വത്തിനെ പറ്റി തർക്കത്തിലായിരുന്നു. ആ ഭൂസ്വത്തിനെ പറ്റിയുള്ള തർക്കം സിവിൽ കോടതിയിലേക്ക് വിടാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സിവിൽ കോടതികളിൽ ആ ഭൂമി സംബന്ധിച്ച തർക്കം നിലനിൽക്കുകയാണ്. ഇതേ ഹാരിസൺ മലയാളം ലിമിറ്റഡ് അനധികൃതമായി മുറിച്ചുവിറ്റ ചെറുവള്ളി എസ്റ്റേറ്റ് ശബരിമല വിമാനത്താവളത്തിന് വേണ്ടി ഏറ്റെടുക്കാൻ LDF സർക്കാർ തീരുമാനിക്കുകയും വിജ്ഞാപനം ഇറക്കുകയും ചെയ്തത്. പ്രതിപക്ഷം ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അത് ശരിയാണോ? അക്കാര്യത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നിലപാടെന്തായിരുന്നു? ആ ഭൂമി സംബന്ധിച്ച്, ആ ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച് ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് അതുമായി ബന്ധപ്പെട്ട് വിജ്ഞാപനം ഇറക്കിയോ ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള നിലപാട് UDF സ്വീകരിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. അതിനകത്ത് ശബരിമലയിൽ ഇരുന്നല്ല. ആ ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞ് സ്വീകരിക്കുക നിലപാട്. ഭൂമിയുടെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടേ ഉള്ളൂ. മറ്റു കാര്യങ്ങൾ അതിന്റെ മറ്റു കാര്യങ്ങൾ എന്തായി? അജിംസെ, വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ചു. അതിനുശേഷം എന്ത് കാര്യങ്ങൾ നടന്നു? സ്വാഭാവികം ഞങ്ങളത് കൃത്യമായി സ്റ്റഡി ചെയ്യുന്നുണ്ട്. UDF-നകത്ത് നിലപാടില്ലായ്മയൊന്നുമില്ല. അങ്ങനെ നിലപാടില്ലായ്മ ഒരു സംവിധാനമല്ല. അതിനകത്ത് കൃത്യമായ നിലപാട് ഞങ്ങൾ പറയും. പക്ഷെ അതിനകത്ത് നിങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ചർച്ച. അതിന്റെ പേരിൽ അയ്യപ്പന്റെ സംരക്ഷകന്മാർ ഞങ്ങളാണ് എന്ന് പറഞ്ഞ് മുമ്പോട്ട് വരുന്ന ആളുകൾ ഇക്കാലം അത്രയും എടുത്ത നിലപാടെന്തായിരുന്നു? അവിടുത്തെ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിക്കകത്ത് ഇപ്പോൾ സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ടല്ലോ. അതിനകത്ത് പിന്മാറിയിട്ടുണ്ടോ ഇവര്? അതിനകത്ത് പിറകോട്ട് പോയിട്ടുണ്ടോ എന്ന ചോദ്യം അവിടെ കിടക്കല്ലേ?
അപ്പൊ സ്വാഭാവികമായി അത്തരം കാര്യങ്ങളിലൊന്നും ഒരു നിലപാട് പറയാതെ അയ്യപ്പന്റെ ആളുകളാണ് ഞങ്ങളെന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള ഒരു പൊറാട്ട് നാടകം നടത്തി 4000-ഓളം ആളുകൾ ആഗോള വികസനം അതോടൊപ്പം ചർച്ചകൾ എന്തായി അതിന്റെ ഔട്ട്പുട്ട് എന്താണ് നടന്നത്? എന്നിട്ട് ആളില്ലാത്തതിന്റെ പേര് ചോദിച്ചപ്പോൾ അത് AI ക്യാമറ ആണ് എന്ന രൂപത്തിൽ ആക്ഷേപിച്ചത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അല്ലേ? അപ്പൊ അതിന്റെയൊക്കെ പേരിലാണ് നിലപാട് സ്വീകരിക്കുന്നതെങ്കിൽ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, ഇതൊക്കെ വിശ്വാസികൾ കാണുന്നുണ്ട്. ആ വിശ്വാസികൾ തീരുമാനിക്കും.